ഇൻവെസ്റ്റിഗേഷൻ മാഫിയവാൾ ദേവസ്വം. ശബരിമലയ്ക്ക് പിന്നാലെ തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിലെ കൊടിമരത്തിന്റെ സ്വർണ്ണപ്പറകളും കടത്താൻ നീക്കം. കൊടിമരത്തിലെ സ്വർണ്ണപ്പാളികളിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കുന്ന ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്താനാണ് നീക്കം നടത്തിയത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിലെ കൊടിമരത്തിന് 2021 ഇടിമിന്നലിൽ കേടുപാട് സംഭവിച്ചിരുന്നു. ഇതിന്റെ നവീകരണത്തിന്റെ പേരിലാണ് സ്വർണ്ണക്കവർച്ചയ്ക്ക് നീക്കം നടന്നത്. നിലവിൽ സ്വർണ്ണപ്പാളികൾ ഒട്ടിച്ച കൊടിമരത്തിലെ സ്വർണം വേർതിരിച്ചെടുത്ത് വീണ്ടും ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്താനാണ് ദേവസ്വം ബോർഡ് തീരുമാനിച്ചത്. പ്ലേറ്റിംഗിനായി ഭക്തരിൽ നിന്ന് സ്വർണം സമർപ്പണമായി സ്വീകരിക്കാനും തീരുമാനിച്ചു. എന്നാൽ ഇലക്ട്രോപ്ലേറ്റിംഗിന് തുച്ഛമായ അളവ് സ്വർണം മതിയെന്നിരിക്കെ വേർതിരിച്ചെടുക്കുന്നതിലെ ബാക്കി സ്വർണവും ഭക്തരിൽ നിന്ന് ശേഖരിക്കുന്ന സ്വർണവും എന്തിനെന്ന ചോദ്യമാണ് ഉയർന്നത്. ചെന്നൈ ആസ്ഥാനമായ മന്ത്ര ഗോൾഡ് എന്ന സ്ഥാപനത്തെയാണ് പ്ലേറ്റിംഗിനായി ചുമതലപ്പെടുത്തിയത്. ഈ കമ്പനി പ്രതിനിധികൾ നിയമം ലംഘിച്ച് മെയ് 21 ക്ഷേത്രത്തിലെ സ്ട്രോങ് റൂമിൽ കയറി പരിശോധന നടത്തിയതായും രേഖകളുണ്ട്. തിരുവാഭരണം കമ്മീഷണർ നേരിട്ടെത്തി നൽകിയ ഉത്തരവ് പ്രകാരമാണ് മന്ത്ര ഗോൾഡ് പ്രതിനിധികൾ സ്ട്രോങ് റൂമിൽ കയറിയതെന്ന വിവരാവകാശ രേഖകൾ ചൂണ്ടിക്കാട്ടുന്നു. തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിലെ സ്വർണ്ണ ധ്വജസ്തംഭത്തിന് 2021 ഇടിമിന്നലേറ്റതാണ്. അതിനെ തുടർന്ന് നടന്ന ദേവപ്രശ്നത്തിൽ ഈ സ്വർണ്ണപ്പറകൾ തന്നെ പുനഃപ്രതിഷ്ഠാ കാലഘട്ടത്തിൽ ഉപയോഗിക്കണമെന്നാണ് പ്രശ്നവിധി. എന്നാൽ ആ പ്രശ്നവിധി മറികടന്നുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് നേരിട്ടിടപെട്ട് ക്ഷേത്രോപദേശ സമിതിയുടെ നിന്ന് മന്ത്ര ഗോൾഡിനെ കൊണ്ട് ഈ സ്വർണം വേർതിരിച്ചെടുത്തിട്ട് ഭക്തജനങ്ങളുടെ നിന്ന് പിന്നെയും സ്വർണം വാങ്ങി ഇത് പൂശാനായിട്ടൊരു ഉത്തരവ് 8/6 ഇറക്കുകയുണ്ടായി. അതിൻ്റെ അകത്ത് 50 വർഷത്തെ ഗ്യാരണ്ടിയാണ് ഈ ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവിൽ പറയുന്നത്. അത് തികച്ചും തെറ്റാണെന്നുള്ളത് ശബരിമലയിലെ സ്വർണത്തിൻ്റെ വിഷയം കൊണ്ട് മനസ്സിലായി. തിരുവല്ലയിലെ ഈ പല വിഷയങ്ങൾക്കും ഞങ്ങൾക്ക് ബലമായ സംശയമുണ്ട് ഉണ്ണികൃഷ്ണൻ തിരുമേനി ഇടപെട്ടിട്ടുണ്ടെന്നുള്ളത്. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ തിരുമേനിയുടെ ബന്ധുവീടുകൾ തിരുവല്ലയിലുണ്ട്. അതുകൂടാതെ തിരുവാഭരണം കമ്മീഷണർ നേരിട്ടെത്തി മന്ത്ര ഗോൾഡിനെ കൊണ്ട് ഈ സ്ട്രോങ് റൂമിൽ കയറി കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ ഇരിക്കുന്ന സ്ട്രോങ് റൂമിലെ പറകളും മറ്റു കാര്യങ്ങളും പരിശോധിപ്പിച്ചതായി വിവരാവകാശ നിയമപ്രകാരം എനിക്ക് മറുപടി ലഭിച്ചു. അനധികൃത ഇടപെടലുകളിലൂടെ ക്ഷേത്ര കൊടിമരത്തിലെ സ്വർണം കടത്താനുള്ള ദേവസ്വം ബോർഡ് നീക്കത്തിനെതിരെ ഭക്തർ കൂട്ട പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് ബോർഡ് നീക്കം നടക്കാതെ പോയത്. ഗോകുൽ രമേശ്, ജനം, പത്തനംതിട്ട.